നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ട് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റൗ ഓഫ് ആക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് ഇരിക്കുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളികളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഫേസ് പാക്കെന്നോ ഫേസ് സെറമെന്നോ ഒക്കെ പറയാം. കാരണം ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് വെക്കുക. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. നിങ്ങളൊരു 35-40 വയസ്സൊക്കെ ആയവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അത്രയ്ക്കും റിസൾട്ടാണ്. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. എന്താണെങ്കിലും ഒറ്റ തവണ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഫ്ലാക്സ് സീഡാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലാക്സ് സീഡിൻ്റെ പൊടിച്ചതാണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് പൊടിച്ചതാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സ് സീഡ് പൊടിക്കാത്തതുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഫ്ലാക്സ് സീഡ് പൊടിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഫ്ലാക്സ് സീഡ് നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഡ്രൈനസ് മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു പാനിലേക്ക് ഞാൻ ഈ ഒരു ഫ്ലാക്സ് സീഡ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ 1.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു. ഇനി ഇതിലേക്ക് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റൗ ഓഫ് ആക്കാനായിട്ട് പോവുകയാണ്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു അരിപ്പ എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. ആ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് അരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ ഇതേപോലെ അരിച്ചെടുക്കുകയാണ്. ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ല് നന്നായിട്ട് തണുത്താറിയതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ റോസ് വാട്ടറാണ്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഞാനൊരു 1/2 സ്പൂണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക്. നമുക്കിത് ഫേസ് പാക്കായിട്ടോ ഫേസ് സെറമായിട്ടോ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫേസ് പാക്ക് ഇരിക്കുക. ഇത് നമ്മളൊരു 35-40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതൊരു ലിക്വിഡ് ഫോമിലായതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസ് ഫുള്ള് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് മാറാനായിട്ടും സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 30 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.